നമസ്കാരം. വളരെ അപകടകരമായിട്ടുള്ള സൂചനകളാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് സംബന്ധമായി പുറത്തു വരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിൻ്റെ പരമാധികാരിയായ പശ്ചിമ ബംഗാളിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിൻ്റെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള പ്രകടന പത്രിക പുറത്തിറക്കി. അപ്പോൾ പ്രകടന പത്രികയെ ബംഗ്ലാ ഭാഷയിൽ ഘോഷണാപത്ര അല്ലെങ്കിൽ സങ്കൽപ് പത്ര എന്നാണ് സാധാരണ പറയാറുള്ളത്. അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. നമ്മുടെ ഇതിൽ മാനിഫെസ്റ്റോ, ഇലക്ഷൻ മാനിഫെസ്റ്റോയ്ക്ക് മലയാളത്തിൽ പ്രകടന പത്രിക എന്ന് സർവ്വസാധാരണമായി പറയുന്നത് പോലെ ബംഗ്ലാ ഭാഷയിൽ ഘോഷണാപത്ര അല്ലെങ്കിൽ സങ്കൽപ് പത്ര എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയ്ക്ക് നൽകിയിരിക്കുന്ന പേര് ഇസ്തിഹാർ എന്നാണ്. ഇസ്തിഹാർ എന്നാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള തർജിമ ഒരു പാംഫ്ലെറ്റ് എന്നാണ്, ഒരു ലേഖനം, ചെറിയൊരു നോട്ടീസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു നോട്ടീസ് എന്നാണ് ഇസ്തിഹാറിൻ്റെ അറിയിപ്പ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള തർജിമ അറിയിപ്പ് എന്നാണ്. അറിയിപ്പ് നൽകുന്ന ഒരു ചെറിയ നോട്ടീസ് അല്ലെങ്കിൽ വലിയ നോട്ടീസ്. നോട്ടീസ് എന്നാണ് അതിൻ്റെ അറിയിപ്പ് നൽകുന്ന നോട്ടീസ് എന്നുള്ളതാണ് അതിൻ്റെ തർജിമ. ഈ ഇസ്തിഹാർ എന്നുള്ള പദത്തിന് ബംഗാളിൻ്റെ ചരിത്രവുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം ഇതിനു മുൻപ് ഒരു ഇസ്തിഹാർ പൊതുമധ്യത്തിലേക്ക് ബംഗാളിൽ വിതരണം ചെയ്യപ്പെട്ടത് വിഭജനകാലത്തിന് മുൻപാണ്. അതും ആദ്യ വിഭജന കാലത്തിന് മുമ്പ്. ബംഗാളിൻ്റെ ആദ്യ വിഭജനം നടന്നത് 1905 ബംഗാളിനെ ആസാം തുടങ്ങിയ പ്രവിശ്യകളായി ബ്രിട്ടീഷുകാർ വിഭജിച്ചത്. അന്നാണ് ഇസ്തിഹാർ ആദ്യമായി പൊതുമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ബംഗാളിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തായിരുന്നു ആ ഇഷ്തിഹാർ എന്ന് ചോദിച്ചാൽ അത് വെറും ഇഷ്തിഹാർ ആയിരുന്നില്ല, ലാൽ ഇഷ്തിഹാർ ആയിരുന്നു. അതായത് റെഡ് നോട്ടീസ്. റെഡ് ഇഷ്തിഹാർ എന്നും ബംഗാളിലെ അഭ്യസ്തവിദ്യരായ ആളുകൾ ഇംഗ്ലീഷും ബംഗ്ലയും കലർത്തി പറയാറുണ്ട്. റെഡ് ഇഷ്തിഹാർ അല്ലെങ്കിൽ ലാൽ ഇഷ്തിഹാർ, റെഡ് നോട്ടീസ്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു നോട്ടീസാണ് ഇതിനു മുമ്പുണ്ടായിരുന്ന ഏറ്റവും കുപ്രസിദ്ധമായ ഇഷ്തിഹാർ. ആ ഇഷ്തിഹാർ എന്തായിരുന്നു എന്ന് ചോദിക്കാൻ വിശദീകരിക്കാം. അതിനു മുൻപ് ഒരല്പം ചരിത്രം പറയാം. 1904 ബംഗാൾ വിഭജിക്കുവാനുള്ള തീരുമാനം ഏതാണ്ട് ഔദ്യോഗികമായി തന്നെ ബ്രിട്ടീഷുകാരെടുക്കുന്നത്. അത് അവർ പറഞ്ഞിരുന്ന ഔദ്യോഗിക കാരണം ഭരണ സംവിധാനങ്ങൾ കുറച്ചുകൂടി സുഗമമാക്കുവാനും ഭരണകാര്യങ്ങൾ കുറച്ചും കൂടി സരളമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതായത് ഭരണം കുറച്ചും കൂടി സുഗമമാക്കാൻ ഇതാണ് വേണ്ട നടപടി എന്നുള്ള രീതിയിലാണ് അവർ ഈ ആശയത്തെ അവതരിപ്പിച്ചത് പൊതുജനങ്ങളുടെ മുൻപിൽ. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാരണം ഭാരതത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്നുള്ള 2 വിഭാഗമായി വിഭജിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ തന്നെ ബ്രിട്ടീഷുകാർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ മതപരമായിട്ടുള്ളൊരു വിഭജനത്തിന് തിരികൊളുത്തണമെങ്കിൽ ഹിന്ദുക്കൾ ഒരിക്കലും അതിന് മുൻകൈ എടുക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ ഏതാണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ സനാതനധർമ്മം എന്നുള്ളൊരാശയം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഹിന്ദുക്കൾ വ്യത്യസ്തതയിൽ അഭിരമിക്കുന്നവരാണ്. അവർക്ക് മറ്റൊരു മതക്കാരോട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകേണ്ട കാര്യമില്ല. എന്നാൽ മറുവശത്തുള്ള മുസ്ലിങ്ങൾ അങ്ങനെയല്ല. അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ളൊരു വിഭജനത്തിൻ്റെ വെറുപ്പിൻ്റെ തീ കോരിയിടുവാൻ എളുപ്പമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ അന്നത്തെ വൈസ്രോയ ആയിരുന്ന കർസനെ, ജോർജ് നഥാനിയൽ കർസനെ കൃത്യമായ ഈ ഒരു ഉദ്യമത്തിന് വേണ്ടിയിട്ട് നിയോഗിക്കുകയും കർസൻ ധാക്കയിലെ അന്നത്തെ നവാബായിരുന്ന ഖ്വാജ സലീമുള്ളയെ പോയി കാണുകയും 1904 ഈ സംഭവം നടക്കുന്നത്. സലീമുള്ളയെ പോയി കാണുകയും വിഭജനത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു പദ്ധതി സലീമുള്ളയുമായി ചേർന്ന് തയ്യാറാക്കുകയും ചെയ്തു. അതേ തുടർന്ന് സലീമുള്ള ചെയ്തത് ബംഗാളിലെ അന്നത്തെ വിഭജിക്കുന്നതിന് മുമ്പുള്ള അവിഭക്ത ബംഗാളിലെ മുസ്ലിം മതപണ്ഡിതരുമായി ചേർന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ലാൽ ഇഷ്തിഹാർ പുറത്തിറക്കി, റെഡ് നോട്ടീസ് പുറത്തിറക്കി. ആ റെഡ് നോട്ടീസിൽ പറഞ്ഞിരുന്ന കാര്യം വളരെ കൃത്യമായിരുന്നു. ബംഗാളിലെ ഹിന്ദുക്കൾ കാലാകാലങ്ങളായി നിങ്ങളെ കൊള്ളയടിക്കുന്നു. നിങ്ങൾ ഇന്നു മുതൽ അവരെ കൊള്ളയടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തുകൊള്ളൂ. നിയമപരമായിട്ടുള്ള യാതൊരു നടപടികളും നിങ്ങളുടെ മേലുണ്ടാവുകയില്ല. യാതൊരു ശിക്ഷയും അവരുടെ മേൽ നടത്തുന്ന അക്രമ സംഭവങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ആ ഇഷ്തിഹാറിൽ നോട്ടീസിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ ഇഷ്തിഹാറുകൾ കൃത്യമായി മദ്രസകൾ വഴിയും പള്ളികൾ വഴിയും മുസ്ലിം പള്ളികൾ വഴിയും ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇടയിൽ ബംഗാളിൽ വിതരണം ചെയ്യപ്പെട്ടു.
അതിനെ തുടർന്ന് 1905 അന്നോളം ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഹിന്ദു കൂട്ടക്കൊലയും ഹിന്ദുക്കൾക്ക് നേരെയുള്ള അക്രമങ്ങളും അരങ്ങേറി. അതേ തുടർന്നാണ് ബംഗാൾ വിഭജനം സാധ്യമായതും സ്വദേശി പ്രസ്ഥാനം പോലുള്ള പ്രസ്ഥാനങ്ങൾ ഈ വിഭജനത്തിനെതിരെ ഉയർന്നു വന്നതുമൊക്കെ അതിൻ്റെ അനന്തരഫലങ്ങളായി ഉണ്ടായ കാര്യങ്ങളാണ്. എന്നാൽ ഈ കൂട്ടക്കൊലയ്ക്ക് തിരികൊളുത്തിയ ഒരു തീപ്പെട്ടിയാണ് അല്ലെങ്കിൽ തീക്കൊള്ളിയാണ് ഈ റെഡ് ഇഷ്തിഹാർ. വളരെ ക്രൂരമായ അക്രമ സംഭവങ്ങളാണ് ബംഗാളിലുടനീളം 1905 അരങ്ങേറിയത്. നിരവധി സ്ത്രീകൾ, ആയിരക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു, കൊല്ലപ്പെട്ടു. കുട്ടികളും വൃദ്ധന്മാരും ഉൾപ്പെടെ നിരവധി ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. നിരവധി ക്ഷേത്രങ്ങൾ തച്ചുടയ്ക്കപ്പെട്ടു. ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ ഏതാണ്ട് മുഴുവനായി തന്നെ പല പ്രദേശങ്ങളിലും കൊള്ളയടിക്കപ്പെട്ടു. ഹിന്ദുക്കൾ അഗതികളായി പലായനം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായി. ഇതെല്ലാം റെഡ് ഇഷ്തിഹാറിൽ നിന്ന് തുടങ്ങിയതാണ്. ഇനി ബംഗാളിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 41 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഡയറക്റ്റ് ആക്ഷൻ ഡേയിൽ നൗഖാലി പോലുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഒരു പുനരാവർത്തനം നടന്നിട്ടുണ്ട്. അന്നും ഹിന്ദുക്കളാണ് ഈ അക്രമ സംഭവങ്ങൾക്കും കൂട്ടക്കൊലയ്ക്കും ഇരയായത്. ബലാത്സംഗവും കൊള്ളയടിയും തുടങ്ങിയ അപ്പോഴേക്കും സർവ്വസാധാരണമായ ഒരു സമുദായത്തിനിടയിൽ സർവ്വസാധാരണം എന്നുള്ള രീതിയിൽ കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കലാപരിപാടികൾക്ക് ഇരയായത്. കലാപരിപാടികളെന്ന് ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല, കുറച്ച് പുച്ഛത്തോടു കൂടി പറയുന്നതാണ്. കാരണം ആ സമയത്തുള്ള ഒരു നിർമ്മമതയുണ്ടല്ലോ, നിർമ്മരായിരിക്കുക എന്നുള്ള നമ്മുടെയൊക്കെ കേരളത്തിലുള്ള ഹിന്ദുക്കളുടെ ഒരു അവസ്ഥ പോലെ ഇരുന്നിരുന്ന ഭദ്രലോക് ഉൾപ്പെടെയുള്ള ബംഗാളിലെ പ്രദേശങ്ങളിലെ ഹിന്ദുക്കളുടെ ഈ ഒരു നിർമ്മമായിട്ടുള്ള ഭാവം, ഞങ്ങൾക്കിതിലൊന്നും യാതൊരു കാര്യവുമില്ല, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു മനോഭാവം കൂടി കൊണ്ടാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ യാതൊരു തടയുമില്ലാതെ അരങ്ങേറിയത്. തന്നെയുമല്ല, നിയമത്തിൻ്റെ ഒരു പരിരക്ഷ 1905 റെഡ് ഇഷ്തിഹാറിൽ കൃത്യമായി പറഞ്ഞിരുന്നു, നിങ്ങൾ എന്തക്രമം ഹിന്ദുക്കൾക്ക് നേരെ കാട്ടിയാലും അതിനെതിരെ യാതൊരു നിയമ നടപടിയും ഉണ്ടാവില്ല, നിങ്ങളെ ആരും തടയില്ല, അതിൻ്റെ പേരിൽ നിങ്ങളെ ആരും വിചാരണ ചെയ്ത് ശിക്ഷിക്കുകയുമില്ല. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ബംഗാൾ വിഭജനത്തിന് ശേഷം, ആദ്യ ബംഗാൾ വിഭജനത്തിന് ശേഷം ഈ കൂട്ടക്കൊലയ്ക്കും അക്രമത്തിന് നേതൃത്വം വഹിച്ച അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത, നേതാക്കളെ വിട്ടേക്കൂ, അതിൽ പങ്കെടുത്ത ഒരാൾ പോലും നിയമപരമായി ഒന്ന് വിചാരണ ചെയ്യപ്പെടുക പോലും ചെയ്തിട്ടില്ല. എന്തിനൊന്ന് അറസ്റ്റ് ചെയ്യപ്പെടുക പോലും ഉണ്ടായിട്ടില്ല. അതായിരുന്നു റെഡ് ഇഷ്തിഹാറിൻ്റെ ചരിത്രം. ആ ചരിത്രം ബംഗാളിലെ, പശ്ചിമ ബംഗാളിലെ ഹിന്ദുക്കളെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് മമതാ ബാനർജി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയ്ക്ക് ഇഷ്തിഹാർ എന്നുള്ള പേര് കൃത്യമായി നൽകിയത്. ഇഷ്തിഹാർ 2026. റെഡ് ഇഷ്തിഹാർ 1905 ഓർത്തോളൂ. നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ലെങ്കിൽ, അവർ നേരത്തെ തന്നെ പ്രസ്താവന നടത്തിയിട്ടുള്ളതാണ്, എൻ്റെ കീഴിൽ എൻ്റെ ആജ്ഞാനുവർത്തികളായി ഒരു സമൂഹമുണ്ട്, അവരോട് ഞാനൊന്ന് ഒരു വിരൽഞ്ഞൊടിയിലൂടെ ഒരു സംജ്ഞ നൽകിയാൽ അവർ നിങ്ങളെ കൂട്ടക്കൊല ചെയ്യുമെന്നവർ പച്ചയ്ക്ക് തന്നെ പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ട് മമതാ ബാനർജി. അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പിൻ്റെ, ഹിന്ദു സമൂഹത്തിനുള്ള ഒരു മുന്നറിയിപ്പിൻ്റെ കൃത്യമായിട്ടുള്ള അച്ചടിച്ച പ്രതിയാണ് ഈ ഇഷ്തിഹാർ എന്നുള്ള രീതിയിൽ. ഇഷ്തിഹാർ 2026 എന്ന പേരിൽ മമതാ ബാനർജി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. മമതാ ബാനർജിയുടെ അന്തിമമായ ലക്ഷ്യം ഭരണത്തിൽ തിരികെ എത്തുകയാണോ, അതോ ബംഗാളിൻ്റെ ഒരു 3ാം വിഭജനമാണോ, അതോ ഹിന്ദുക്കളുടെ കൂട്ടക്കൊലയാണോ, അതോ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ആത്യന്തികമായിട്ടുള്ള ഭാരതവിരുദ്ധമായിട്ടുള്ളൊരു ലക്ഷ്യമാണോ എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ അറിവുകൾ ഇപ്പോൾ നമുക്കില്ല. പക്ഷേ എന്തായാലും ഇതിലേതെങ്കിലും ഒന്നാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ചേർന്ന വളരെ അപകടകരമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് മമതാ ബാനർജിയെ പോലുള്ള ഒരു വ്യക്തി ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊരു മുന്നറിയിപ്പാണ് ബംഗാളികൾക്ക് മാത്രമല്ല, ഭാരതത്തിലുള്ള അന്യമതസ്ഥർക്ക്, അതായത് കാഫിറുകളെന്ന് ഒരു വിഭാഗം കരുതുന്ന ഹിന്ദുക്കളായാലും ബുദ്ധന്മാരായാലും സിഖുകാരായാലും ജൈനന്മാരായാലും ക്രിസ്ത്യാനികളായാലും അവരാരും സുരക്ഷിതരല്ല. ഈ ഒരു വിഭാഗത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട ഒരു ഭരണാധികാരി അധികാരത്തിലെത്തിയാൽ ആ അധികാരത്തിൽ തുടരുവാൻ വേണ്ടി അവർക്ക് ചില ബാധ്യതകൾ അവരെ അധികാരത്തിലെത്തിച്ച് ഈ സമൂഹത്തോട് നിറവേറ്റേണ്ടി വരും. അത്തരത്തിലുള്ള ബാധ്യതകളിൽ ഒന്ന് മാത്രമാണ് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾക്ക് നിരുപാധിക പിന്തുണ നൽകുക. റെഡ് ഇഷ്തിഹാറിൽ നൽകിയതുപോലെ അത്തരത്തിലുള്ള ഒരു നിരുപാധിക പിന്തുണ നൽകൽ കൂടിയാണോ മമതാ ബാനർജി ഈ ഇഷ്തിഹാർ 2026 ഉദ്ദേശിക്കുന്നത് എന്നത് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും മെയ് 4 ശേഷം എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഈ
മമതാ ബാനർജിയുടെ റെഡ് ഇഷ്തിഹാറിൻ്റെ ഒരു പുനരവതരണമായ ഇഷ്തിഹാർ 2026 പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പിൽ എന്ത് സ്വാധീനം ചെലുത്തും? ഭദ്രലോകിൽ ഇപ്പോഴും നിർമ്മരായി തുടരുന്ന, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിൽ തുടരുന്ന ഹൈന്ദവ സമൂഹം ഇത്തവണയെങ്കിലും ഉണർന്നെഴുന്നേൽക്കുമോ, സത്യം തിരിച്ചറിയുമോ എന്നുള്ളതെല്ലാം വ്യക്തമായി അറിയുവാൻ വേണ്ടി മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും കാത്തിരുന്ന് കാണാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.